ഫുട്ബോളിലെ പെനാൽറ്റി റൂളിൽ ഒരു മേജർ ചേഞ്ചിനുള്ള ഒരു സാധ്യത എന്നുള്ളതാണ്. പിയാർ ലൂജി കൊളീന എന്ന് പറഞ്ഞിട്ടുള്ള ഇതിഹാസ റഫറിയും അതുപോലെ നിലവിലെ ഫിഫ റഫറി കമ്മിറ്റിയുടെ ചെയർമാനും കൂടിയാണ് അദ്ദേഹം. ഓൾ ടൈം ബെസ്റ്റ് റഫറി എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന അദ്ദേഹം, നമുക്കറിയാം ഇങ്ങനെ ഇപ്പം റഫറി കമ്മിറ്റിയിലൊക്കെ പ്രവർത്തിച്ചിരുവാണ്. അദ്ദേഹമാണ് ഈ ഒരു പെനാൽറ്റി റൂളിലൊരു സജഷൻ മുന്നോട്ട് വെക്കുന്നത്. നിലവിൽ പെനാൽറ്റി ലഭിച്ചാലുള്ള റൂൾ അറിയാമല്ലോ. ആ ഒരു പെനാൽറ്റി ഏരിയയിൽ പെനാൽറ്റി കിക്ക് എടുക്കുന്ന ആൾക്കും അതുപോലെ ഗോൾ കീപ്പർക്കും മാത്രമേ സ്ഥാനമുള്ളൂ. അതുപോലെ പെനാൽറ്റി എടുക്കുന്നത് വരെ ഗോൾ കീപ്പർക്ക് ആ ഒരു പൊസിഷനിൽ നിന്ന് മൂവ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. അതുപോലെ കിക്ക് എടുക്കുന്ന ആൾക്ക് ഡ്രിബിൾ ചെയ്യാനോ അല്ലെങ്കിൽ ഫേക്ക് ചെയ്യാനോ ഒന്നും പാടില്ല. അതുപോലെ ഒരു സേവ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ റീബൗണ്ട് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അത് ആർക്ക് വേണമെങ്കിലും അടിക്കാൻ പറ്റുമോ എന്നുള്ളൊരു സാഹചര്യമുണ്ട്. സോ ഇത് ആക്ച്വലി അറ്റാക്കിംഗ് ടീമിന് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സോ ഈ ഒരു സാഹചര്യത്തിലാണ് കൊളീന ഒരു സജഷൻ മുന്നോട്ട് വെക്കുന്നത്. ഇപ്പോൾ ഗോൾ കീപ്പർ ഇവൻ സേവ് ചെയ്യുന്നൊരു സാഹചര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു റീബൗണ്ട് ഷോട്ടൊന്നും ആർക്കും അടിക്കാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ളതാണ്. ലൈക്ക് പെനാൽറ്റി ഷൂട്ട് ഔട്ടിൽ നമുക്കറിയാമല്ലോ, ഒറ്റ കിക്ക് അത് സേവ് ചെയ്യുക പുറത്തേക്ക് കഴിഞ്ഞാൽ അവിടെ തീർന്നു. ആ ഒരു സാഹചര്യം ഇനി റെഗുലർ പെനാൽറ്റീസിനും കൊണ്ടുവരാൻ പോകുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു സജഷൻ കൊളീന മുന്നോട്ട് വെക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം ഇപ്പോൾ പെനാൽറ്റി സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ ഏതാണ്ട് 75% പെനാൽറ്റി ഗോൾ ആകാനാണ് സാധ്യത. സോ ഇനി പറഞ്ഞ പോലെ ഗോൾ കീപ്പർ സേവ് ചെയ്യുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ പിന്നീട് അതൊരു ഗോൾ കിക്കിൽ നിന്ന് പുനരാരംഭിക്കും ഗെയിം, ആ ഒരു തരത്തിലേക്ക് മാറ്റുക എന്നുള്ള നിർദ്ദേശമാണ് മുന്നോട്ട് വെക്കുന്നത്. ഇപ്പോൾ തന്നെ അറ്റാക്കിംഗ് ടീമിന് ഒരുപാട് തോതിലുള്ള ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ട് എന്ന് പറയുന്ന ഒരു അഭിപ്രായമുണ്ട്. അപ്പോൾ അത് മാറ്റാനാണ് ഇങ്ങനത്തെ ഒരു റൂള് അല്ലെങ്കിൽ നിർദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. കുറേ നാളുകൾക്ക് മുമ്പേ തന്നെ ഒരുപാട് ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ പെനാൽറ്റി സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും അറ്റാക്കിംഗ് ടീമിന് ഒരു അൺഫെയർ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് പലപ്പോഴും ഇപ്പോൾ റൂൾസൊക്കെ കൊണ്ടുണ്ടാകാറുണ്ട് എന്നുള്ളത്. അതൊരു വലിയ തോതിൽ കുറയ്ക്കാൻ സാധിച്ചില്ലെങ്കിലും ഈ ഒരു റൂൾ വന്നു കഴിഞ്ഞാൽ അത് ചെറുതായിട്ടെങ്കിലും കുറയ്ക്കാൻ സാധിക്കുമെന്നുള്ളതൊക്കെയാണ് തോന്നുന്നത്. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ ഈ ഒരു വിഷയത്തെ പറ്റിയുള്ളതെന്ന് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ പറ്റുക. സനിയ.